ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ട്രാവൽ ചെയ്തിട്ട് ഞാൻ പോകുന്നത് മറ്റൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്കാണ്. അതായത് നമ്മുടെ ഇന്തോനേഷ്യയിലെ ബാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ബാലിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് ക്യാൻ ബൈ ജിറ്റ്സ്. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കോലാലംപൂരേക്കുള്ള എയർ ഏഷ്യ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഇന്നലെ കൊച്ചിയിൽ നിന്നും നേരെ വന്നിരിക്കുന്നത് കോലാലംപൂർ എയർപോർട്ടിലാണ്. ഇവിടുത്തെ എയർപോർട്ടിൽ നിന്നും നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 10:25 ആണ്. ഇവിടുന്ന് 3 മണിക്കൂറാണ് ബാലിക്കുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 3 hours ട്രാൻസിറ്റ് ഫ്ലൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് എപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യുമ്പം ഒന്ന് ഫ്രഷ് ആവാനും എല്ലാം കൊണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 hours ലേ ഓവർ എപ്പോഴും നമുക്കൊരു കംഫർട്ടബിൾ ആയിരിക്കും. ഇതാണ് ബാലി എയർപോർട്ട്. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പേയ്മെൻറ്റ് സെക്ഷൻ എങ്ങോട്ടാണെന്ന് അറിയാത്തത് ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത്. ഇനി ഇവിടെയോ ആണ് കൗണ്ടർ വരുന്നത്. എങ്കിലും നമുക്ക് നോക്കി നോക്കാം. കുറേ നേരം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് വിസ കിട്ടിയത്. ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലേ, ഇതാണ് ഇവർ തരുന്ന ഈ വിസ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്യൂ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ്റെ ക്യൂ ആണ്. ഇതിനകത്ത് അവർ സ്പെഷ്യൽ ലൈൻസും കൊടുത്തിട്ടുണ്ട്. അതായത് ചൈൽഡ്, ഓൾഡ് ഏജ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ക്യൂവും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡാണ് ഇതിനകത്ത്. വിസ എടുത്തിട്ടുണ്ട് കാര്യമില്ല, പെട്ടെന്ന് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പോകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. വിസയ്ക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത് $33 ചാർജ് വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് അവിടെ പേ ചെയ്തതിന് തന്നെ അപ്പോൾ തന്നെ നമുക്ക് വിസ കിട്ടുന്നതാണ്. അവസാനം 2 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം നമ്മളങ്ങനെ പുറത്തിറങ്ങി. ഇതാണ് പുറത്ത്. അപ്പോൾ ഇനി ഞങ്ങളുടെ ടാക്സി ഡ്രൈവറെ ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതൊരു വലിയ ടാസ്ക്കാണ്. കാരണം ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പോവാണ്. ഹായ് ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ടാക്സിയും കാര്യങ്ങളൊക്കെ വന്നു. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് പ്ലസ് ആക്കോ. സോ അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെയുണ്ട്. കൊള്ളാം, നല്ല വെതറുമാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇനി നമുക്ക് പിന്നെ പറയാം.